വയനാട് ജില്ലയിൽ വാവലിയിൽ ഒരു അമ്പലത്തിലെ ഉത്സവത്തിന് കൊടി ഇവിടെ മക്കാമിൽ നിന്നും കൈമാറുന്ന ഒരു രംഗമാണിത്. ചരിത്ര പ്രസിദ്ധമായ ബാവലിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ബാബ അലി തങ്ങളുടെ അടുക്കൽ നിന്നും ഇവിടെ ഈ ഉത്സവത്തിനുള്ള കൊടി ഇവിടെ നിന്നാണ് ഇവർ സ്വീകരിക്കുന്നത്. ഇവിടെ ഈ 10-ാം തീയതി ഏപ്രിൽ 10-നാണ് ഇവിടുത്തെ ഉറൂസ് മുബാറക്ക് തുടങ്ങുന്നത്. അതിനോടനുബന്ധിച്ച് ആളുകളിങ്ങനെ ഇവിടെ നേർച്ച ഇടാനും സിയാറത്തിനൊക്കെ ആളുകൾ ഇങ്ങനെ വരുന്നൊരു സമയവും കൂടെയാണ്. അപ്പോൾ ആ സമയത്താണ് ഒരു ദിവസം വന്നിട്ട് ഞങ്ങളോട് ചോദിച്ചു, ബാവലി ഒരു മതസൗഹാർദ്ദ കേന്ദ്രമാണല്ലോ, അപ്പോൾ ഇവിടെ വെച്ച് ഞങ്ങൾക്ക് താലം എടുക്കാൻ അനുവദിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാ ജാതി മതക്കാരും ഇവിടെ വരുന്നു. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ രാജ്യം ഒരു മതേതര ജനാധിപത്യ രാജ്യമാണ്, എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു രാജ്യമാണ്. അതുപോലെ പ്രത്യേകിച്ച് കേരളം ഗോഡ്സ് ആൻഡ് കൺട്രി എന്ന് പറയുന്ന ദൈവത്തിൻ്റെ നാട് എന്ന് പറയുന്ന ഈ നാട്ടിൽ എന്തിന് വേർതിരിവുണ്ടാകുന്നു എന്ന് കണക്കുകൂട്ടി തന്നെയാണ് ഇവിടെ വെച്ച് താലമെടുക്കുന്നത്. ഒരു മതസൗഹാർദ്ദ കേന്ദ്രമാണ് ഇവിടെ. എന്ന് വെച്ചാൽ 950 വർഷം മുമ്പാണ് സൗദിയിൽ നിന്ന് മഹാനായ തങ്ങൾപ്പാപ്പ ഇവിടെ എത്തിച്ചേർന്നത്. അപ്പോൾ ആ സമയത്ത് ആരൊക്കെ തങ്ങൾപ്പാപ്പാനെ സഹായിച്ചിട്ടുണ്ടാവും, ആരുടെയൊക്കെ സഹായം ആ കാര്യത്തിലുണ്ടാകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളൊക്കെ ചിന്തകൾക്ക് അപ്പുറത്താണ്. അത് ചിന്തിക്കാൻ പുണ്യവാളന്മാർക്ക് അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ പോലുള്ള ആളുകൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. അവർ ആ ഒരു സാഹചര്യത്തിലാണ് ഇവരോട് വന്ന് ചോദിച്ചപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു പ്രത്യേക പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ് മറ്റു കാര്യങ്ങളോ ഒന്നും അല്ലാതെ തന്നെ 950 വർഷത്തോളമായി ഇത് ചരിത്രം നിലനിൽക്കുന്ന അന്നു മുതൽ ഗോവധ നിരോധിത മേഖലയാണ് ഈ പള്ളിയുടെ പരിസരം. ഞങ്ങളുടെ ആടും കോഴിയും ഉപയോഗിച്ച് മാത്രമേ ഇവിടെ നേർച്ചയുള്ള അന്നദാനവും കാര്യങ്ങളും ഒക്കെ നടക്കാറുള്ളൂ. അതൊക്കെ തങ്ങൾപ്പാപ്പാൻ്റെ ഇംഗിതമാണ്, അല്ലാതെ നമ്മൾ ഒരു ദിവസം കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ആവശ്യമില്ല. അതുകൊണ്ട് തന്നെയാണ് മതസൗഹാർദ്ദ സംഗമ കേന്ദ്രത്തിൽ വെച്ച് ജാതിമത ഭേദമന്യേ ആയിരക്കണക്കിന് ആളുകൾ, ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ ഭക്തന്മാർ വന്നതിന് പോലെ തന്നെ സ്ഥിരമായി ആയിരക്കണക്കിന് ആളുകൾ, നൂറുകണക്കിന് ആളുകൾ ഈ മക്കാമിൽ വന്ന് തങ്ങൾപ്പാപ്പാൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച് പല കാര്യങ്ങളിലും മദ്യപാനവും കുടുംബ പ്രശ്നങ്ങളും ഒക്കെ ആയി സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് തങ്ങൾപ്പാപ്പാൻ്റെ അടുത്ത് അഭയം തേടി വരുന്നു. അവർക്ക് എല്ലാവർക്കും ആശ്രയമായി നിൽക്കുന്ന ഒരു കേന്ദ്രത്തിൽ ഇങ്ങനെ ചോദിച്ചപ്പോൾ സംഘാടകന് ചോദിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറഞ്ഞു, ഇത് ഞങ്ങൾ അനുവദിക്കുന്നത് ഞങ്ങൾക്ക് തടസ്സമില്ല എന്ന് പറഞ്ഞ് ആ രീതിയിലാണ് ഇപ്പോൾ കഴിഞ്ഞ 4 വർഷത്തോളമായി ഇവരോട് തലമെടുക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ച് വലിയ പ്രയാസമൊന്നുമില്ല. ഞങ്ങളെല്ലാവരും സഹോദരങ്ങളാണ്, ഈ നാട്ടുകാരാണ്. വളരെ സന്തോഷത്തോന്നുന്നത്. ഇല്ല, സെക്രട്ടറി എന്ന രീതിയിൽ ഞാനാണ് ദീപം തെളിയിക്കുന്നത്. എല്ലാ വർഷവും അതങ്ങനെ തുടർന്ന് പോകുന്നു. ഇവിടെ ഇതുമായിട്ടനുബന്ധിച്ച് ഒരു കടാവിളക്ക് പള്ളിയിലുണ്ടോ? അങ്ങനെ പള്ളിയിൽ 360 ദിവസം വെക്കുന്ന വിളക്കുണ്ട്. റംസാനിൽ മാത്രമാണ് നമ്മൾ ചന്ദനത്തിരി ഉപയോഗം കുറവ്. ചന്ദനത്തിന് പിന്നെ മണമുള്ള ഗന്ധമുള്ള പിന്നെ സുഗന്ധദ്രവ്യങ്ങളൊന്നും ഞങ്ങൾ റംസാനിൽ ഉപയോഗിക്കില്ല. പക്ഷേ ആ മാസവും നിലവിളക്ക് എല്ലാ സ്ഥലത്തും കത്തിക്കൊണ്ടേയിരുന്നു. അതിപ്പോൾ 4 വർഷമായിട്ടുള്ളൂ? അല്ല, അല്ല, എന്ന് ഇവിടെ പിന്നെ കാര്യങ്ങൾ ആരംഭിച്ച് അന്ന് മുതൽ നിലവിളക്കും കാര്യങ്ങളൊക്കെ. ആ നിലവിളക്കുന്നാണ് തിരി ഈ താലത്തിന് തെളിയിച്ചു കൊടുക്കുന്നത്. ഒരു മതസൗഹാർദ്ദം നിലനിൽക്കട്ടെ. അപ്പോൾ എനിക്കും പുതിയ അറിവാണ്. കാരണം പിന്നെ ഗോവധം ഇത്രയും വർഷങ്ങളായിട്ട് ഈ പള്ളി പരിസരത്തൊന്നും ചെയ്യുന്നില്ല. ഞങ്ങളുടെ 1 കിലോമീറ്ററിനകത്ത് പിന്നെ പോത്ത്, മോരി അങ്ങനെയുള്ള സാധനങ്ങളും നടക്കാറില്ല. പിന്നെ മാംസം വേവിച്ചത് പോലും പിന്നെ ഭക്ഷിക്കാൻ വേണ്ടി സ്ഥലമൊക്കെ പിന്നെ പള്ളിയിലേക്ക് കൊണ്ടുവരില്ല. ഈ കോമ്പൗണ്ടിനകത്ത് അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ കോമ്പൗണ്ടിന് പുറത്താണ്. പേരെന്ന് പറയാമോ? എൻ്റെ പേര് ഹമീദൻ. ഇവിടെ സ്ഥിരം താമസമാണോ? ഞാനൊക്കെ ജനിച്ചു പറഞ്ഞു ഇവിടെ തന്നെ. ഈ പള്ളിയിലെ സെക്രട്ടറിയാണ്. ഒത്തിരി സന്തോഷം. കടാവിളക്കിൻ്റെ വീഡിയോ കൂടെ നിർത്താം.
നമ്മുടെ സ്ഥാനാർത്ഥിയും കൂടെ വന്നിട്ടുണ്ട്. ഞാനൊരു ബൈറ്റ് എടുക്കട്ടെ. വന്നില്ല